അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ അവൻ പറയണത് പോലെ ചെയ്തുകൊണ്ട് ഉടമ്പടി ജീവിച്ചുകൊണ്ട് പോകുമ്പോൾ പലർക്കും പല അനുഭവങ്ങളാകാം. അതൊന്നും കണ്ടിട്ട് നമ്മൾ പതർത്തില്ല. കാര്യം എന്താ, ഈ ഭവനം വെള്ളപ്പൊക്കമുണ്ടായി, മഴ പെയ്തു, കാറ്റടിച്ചു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റടിച്ചു, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണു പോയില്ല. കാരണം അത് പാറമേൽ സ്ഥാപിതമാണെന്ന് ഈശോ പറയുമ്പോൾ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു നിദർശനമാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഇന്ന കാലത്ത് ഇതുപോലെ മഴയനുഭവങ്ങളുണ്ടാവും, കാറ്റനുഭവങ്ങളുണ്ടാവും. നമ്മുടെ ഭവനത്തിന്മേൽ അരിച്ചു വീണ ജപ്തി നടപടി പോലെയുള്ള ഭവനത്തിന് കുലുക്കണ അനുഭവങ്ങളുണ്ടാവും. അതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. മത്തായി 7:27. മഴ പെയ്തു, പറഞ്ഞ മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിന്റെ വീഴ്ച വലുതായിരുന്നു. അതാരെ കുറിച്ച് പറയണതാണ്? വചനം കേൾക്കുക, അതനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് വീണു പോണത്. ജീവിക്കുന്നവര് ഇപ്പം ഈ ദിവസങ്ങളിൽ മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായി, എൻ്റെ ഭവനത്തിൽ മേലെ ആഞ്ഞരച്ചു, ഞാൻ വീണു പോയില്ല എന്ന് പറയുന്ന അർത്ഥത്തിലൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആ സാക്ഷ്യം അശ്വതി ചന്ദ്രനാണ് പറഞ്ഞിരിക്കുന്നത്. അശ്വതി എന്താ സാക്ഷ്യം എന്ന് വെച്ചാൽ, അവര് 3 സ്ഥലങ്ങളിൽ അവർ പരീക്ഷ എഴുതും. 3 സ്ഥലങ്ങളിൽ, പോലീസിൽ, പിന്നെ ഫോറസ്റ്റ് ബീറ്റ്സിൽ, അത് ഫോഴ്സാണ്, പിന്നെ ഫയർഫോഴ്സിലെ. അപ്പോഴേ ഈ 2 സ്ഥലങ്ങളിലും തോറ്റു പോകും. എവിടെ തോക്കും? പോലീസിലും അവരുടെ ടെസ്റ്റിന് തോക്കും, അതുപോലെ തന്നെ ഫോറസ്റ്റ് ബീറ്റ്സിലും തോറ്റു പോകും പരീക്ഷ. ഇനി ഓരോരുത്തർ മാത്രമാണ് കരകയറണത്. അവിടെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പക്ഷേ ടെസ്റ്റ് ഉണ്ട്. അതിന് ആളെ ക്വാളിഫൈഡ് ആയി, പക്ഷേ ഇനി ഇൻ്റർവ്യൂവും ടെസ്റ്റും ഉണ്ട്. പക്ഷേ അത് ഫയർഫോഴ്സിലാണ്. അത് ഫയർഫോഴ്സിലാണ്. ഫയർഫോഴ്സിൽ ക്വാളിഫൈഡ് ആയി, പക്ഷേ ഇനി എന്താ ഉള്ളത്? ഇൻ്റർവ്യൂ ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ടെസ്റ്റ് ഉണ്ടപ്പോഴേ ഇവൾക്ക് തോന്നി, അത്രയും ഇവൾ പറയുന്നുണ്ട്, വർക്ക് ഈസ് വർഷിപ്പ് എന്ന് ചില ആൾക്കാർ പറയത്തില്ലേ. ഈ അശ്വതി പറയണത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചില്ല, പറവൂരുകാരത്തെയാണ്, കൊല്ലവാണെന്ന് തോന്നണം. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നത് എൻ്റെ വർക്കിലാണ് ഞാൻ ആശ്രയിച്ചിരുന്നത്. ഞാൻ നല്ലവണ്ണം എൻ്റെ ക്വാളിഫിക്കേഷൻ, എൻ്റെ കഴിവ്, അതാണ് സത്യം. ചില ആൾക്കാർ പറയത്തില്ലേ, ഇപ്പം പഠിക്കുമ്പോൾ ഇപ്പം ഇന്നലെയൊക്കെ ഇവിടുന്ന് പഠിക്കണ പിള്ളേർ പോയില്ലേ, ഇപ്പോഴേ മോഡ് എക്സാം തുടങ്ങിയല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ പ്രാർത്ഥിച്ചത്, ശനിയാഴ്ചയാണ് ബോർഡ് എക്സാം. വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചത് 200 പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. 200 പേരാ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചീട്ട് നോക്കുമ്പോൾ ചില ആൾക്കാർ കാസർഗോഡുകാരാണ്. ഞാൻ ഓർക്കണം, ദൈവമേ എന്തൊരു വിശ്വാസമാണ് നിങ്ങൾക്ക്. കാരണം നാളെയാണ് ബോർഡ് എക്സാം. വൈകുന്നേരത്തെ മാവേലി എക്സ്പ്രസ്സിന് പോകേണ്ട ആൾക്കാരാണ്. അവിടെ എത്തണത് മിക്കവാറും 5:30 മണിക്കാണ് എത്തണത്. നേരെ ബോർഡ് എക്സാമിന് കയറേണ്ടതാണ്. ആൾക്കാരെവിടെ നിൽക്കുകയാണ്? കൃപാസനത്ത് നിൽക്കുകയാണ്. അതുവെച്ചാൽ അവരുടെ ആ സമയം അവർക്ക് വേസ്റ്റല്ല. എന്താ കാര്യം? അവർ വിശ്വസിക്കണ ആരിലാണ്? വിഷയത്തിലല്ല വിശ്വസിക്കണ, കർത്താവിൽ ശക്തിയിലാണ് വിശ്വസിക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ അവരോട് പറയും, ഈ സമയം ആണ് നിങ്ങളുടെ വിജയതോൽവി അറിയേണ്ട സമയം. എന്താ കാര്യം? നിങ്ങൾ ഇരുന്ന് പഠിക്കേണ്ട സമയത്താണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. അതൊരു സാക്ഷ്യമാണ്. എന്ത് സാക്ഷ്യമാണത്? ഞാൻ ജീവിക്കണത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, എൻ്റെ വിശ്വാസം കൊണ്ട്, എൻ്റെ ദൈവത്തെ കൊണ്ട്, കൃപ കൊണ്ടാണെന്ന്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അശ്വതി പറയണത്, ഞാൻ ജീവിച്ചിരുന്ന ഇത്രയും നാൾ പഠിച്ചതെല്ലാം, അവൾ സ്റ്റൗട്ടായിട്ടുള്ള ഒരു നല്ല ഗേളാണ്, എല്ലാ കഴിവൊക്കെ ഉള്ള ആളാണ്, പറയണ കേൾക്കുമ്പോൾ അറിയാൻ നോക്ക്, എല്ലാ വിഷയത്തെക്കുറിച്ചും നല്ല വ്യക്തതയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അവർ പറയണത്, ഞാൻ മുഴുവൻ റിലേ ചെയ്തത്, ഞാൻ ആശ്രയിച്ചിരുന്നത് എൻ്റെ കഴിവിലാണ്. അപ്പം എൻ്റെ കഴിവാണ് സത്യം. ഞാൻ മര്യാദക്ക് വർക്ക് ചെയ്താൽ എനിക്ക് കയറിപ്പോകാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ധാരണ. ആ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ മര്യാദക്ക് വർക്ക് ചെയ്താൽ എനിക്ക് കയറി ജയിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ധാരണ. ഈ ധാരണയാണ് എല്ലാവർക്കും തന്നെ ഉള്ളത്. പക്ഷേ എന്നാ പറ്റി? ഫോറസ്റ്റ് ബീസിലും തോറ്റു, പിന്നെ പോലീസിലും തോറ്റു. അപ്പോൾ അവൾ മനസ്സിലാക്കി,
അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ ധാരണ പെസകിയല്ലോ, എൻ്റെ മെറിറ്റ് വർക്കൗട്ട് ചെയ്തില്ലല്ലോ, ഇനി ഗ്രേസ് അല്ല വർക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയുന്ന പോലെ ഉടമ്പടി എടുത്തിട്ട് ഇനി അടുത്ത നടപടി എടുക്കാമെന്ന് പറയും. അങ്ങനെ അശ്വതി വന്ന് ഫയർഫോഴ്സിൻ്റെ വിഷയം പരീക്ഷ ക്ലിയർ ചെയ്തു. പക്ഷേ ഇനി ടെസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ട്, അതിനു വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുകയാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ഒരു ടെസ്റ്റ് എന്ന് പറയണത്, ഫയർഫോഴ്സിൻ്റെ ടെസ്റ്റ് ഇത്തിരി കട്ടിയാണ്. അപ്പോൾ പറയണത് ഉടമ്പടി എടുത്തതിന് ശേഷം അശ്വതി ചെയ്തിരിക്കണത് എല്ലാ കാര്യങ്ങളും ഉടമ്പടിയുടെ മുറ പോലെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ടെസ്റ്റ് വന്നപ്പോഴേ 2 പ്രാവശ്യം ടെസ്റ്റ് മാറി. അല്ല, ഒരു പ്രാവശ്യം ഉരുൾപൊട്ടൽ കൊണ്ട് മാറി. ടെസ്റ്റ് ഉണ്ടായിരുന്നതാണ്, അത് മാറ്റിവെച്ച്. പിന്നെ അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഇത് ക്യാൻസലായി പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പിന്നത്തെ ടെസ്റ്റ് വന്നപ്പോൾ അത് മഴ പെയ്ത്ത് കൊണ്ട് മാറ്റിവെച്ച്. പിന്നെ ഇനിയും ടെസ്റ്റ് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ ടെസ്റ്റ് വന്നപ്പോൾ ഒരു ടെസ്റ്റ് എന്താ, നീന്തലാണ് ടെസ്റ്റ്. നീന്തലിൻ്റെ എന്താണ് നീന്തേണ്ടത്? 50 അടി വെള്ളം. ഇപ്പം കൃപാസനത്തിൻ്റെ ഇതൊരു 20 അടി 25 അടി ഇതിൻ്റെ പൊക്കമുള്ളു. ഇതിൻ്റെ ഇരട്ടി പൊക്കമുള്ള വെള്ളമാണ്, ആഴമാണ്. 50 അടി വെള്ളം, 50 അടി മീറ്റർ നീന്തണം. അപ്പോൾ 50 അടി ആഴത്തിലുള്ള വെള്ളത്തിൽ 50 മീറ്റർ നീന്തണം. അപ്പോൾ 50 മീറ്റർ നീന്തുമ്പോൾ അശ്വതി ഭയങ്കര സങ്കടം, പേടി. ഇപ്പോൾ അവൾക്ക് അത് നീന്തി അത്ര വലിയ പരിചയമൊന്നുമില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടെസ്റ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നീന്തൽ. അപ്പോൾ ഈ 50 അടി നല്ല ആഴമല്ലേ, അപ്പോൾ എങ്ങനെ മുങ്ങിപ്പോയാൽ ചത്തത് തന്നെ, താഴെയല്ലേ പൊങ്ങത്തുള്ളൂ, പിന്നെ കിട്ടത്തില്ലല്ലോ ആളാ, 50 അടിയില്ലേ. അപ്പം നല്ല നീന്തൽക്കാരെ മാത്രമേ അവരെടുക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ നീന്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആദ്യമായിട്ടൊക്കെ നീന്തി കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ അപ്പോൾ അവർക്കൊരു പേടിയുണ്ട്. അവളവിടെ മെൻറ്ററിനെ വിളിച്ച് അവളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച ഒരാളാണ് അവൾ മെൻറ്റർ എന്ന് പറയുന്ന ആൾ. മെൻറ്ററെ വിളിച്ച് ചോദിച്ചു, ചേച്ചി ഞാൻ ഈ 50 അടി വെള്ളത്തിൽ നീന്തുമ്പോഴേ ഞാനെങ്ങാനും മുങ്ങിപ്പോയ ചത്തുപോകുമായിരിക്കും അല്ലേ? അവിടെ ആശങ്ക ഇതാണ്. അപ്പോൾ ഈ മെൻറ്റർ ഒരു വെടിക്കെട്ട് സംഭവമാണ്. മെൻറ്ററെ നീ എന്തിനെ പഠിക്കണത്? ഈ വെള്ളത്തിനെ നിൻ്റെ കൂടെ ഉള്ളൊരു കടലാണെന്ന് നീ ഓർക്കണം. നിൻ്റെ കൂടെ ഉള്ളൊരു കടലാണ്, നീ ഇറവെള്ളത്തിൽ എന്തിനാ പേടിക്കണതെന്ന് ചോദിച്ചു. അപ്പോഴിവിടെ പവറടിച്ച് അവിടെ കൂടെ ഉള്ള കടലാണെന്ന് പറയുന്നത് ഇയാളിനാണ് കടലെന്ന് പറയുന്നത്. എല്ലാ അപകടങ്ങളും തരണം ചെയ്യാൻ പറ്റിയ ഒരാളാണ് നിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഇതേണ്ട മഴയെ ഇറവെള്ളം വീടുന്നതിൻ്റെ നീന്തേ പേടിക്കുന്നു. അപ്പോൾ അവൾക്ക് ധൈര്യമായി. മെൻ്റർ അവൾക്ക് നല്ല ധൈര്യം കൊടുത്ത് അവളൊരു പണി ചെയ്യും. ഈ ഉടമ്പടി ഉറച്ച ഒരാളാണ്. കാര്യം വെച്ചാൽ വെറുതെ ഇങ്ങനെ പത്രം കൊടുക്കത്തില്ല. പത്രം കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് കുറച്ച് സംസാരിക്കുമെന്ന്. എൻ്റെ അമ്മോ, അത് കേട്ടാൽ തന്നെ നമ്മുടെ ഹൃദയം തറച്ചിച്ചു പോകും. ഞാൻ പത്രം വെറുതെ ഇങ്ങനെ കൊടുക്കത്തില്ല. ഞാൻ പത്രം കൊടുക്കുമ്പോൾ എൻ്റെ അമ്മയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കും. ആരെക്കുറിച്ച്? കൃപാസന മാതാവിനെക്കുറിച്ച്. പൊന്നമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നമ്മയെക്കുറിച്ച് ഞാൻ സംസാരിക്കുമെന്ന്. അതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അവൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പറയണതാണ്. അങ്ങനെ സംസാരിച്ച് ദൈവതിരുസന്നിധിയിൽ അവളൊരു പിടിപാടുണ്ടാക്കിയെടുത്ത്, അമ്മയുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കിയെടുത്ത്. അതുകൊണ്ടാണ് അവളോട് പെട്ടെന്ന് നിൻ്റെ കൂടെയുള്ള സമുദ്രവാളെന്ന് പറയുമ്പോൾ അഭിഷേകം വരാൻ പോണത് പരിശുദ്ധാത്മാവ് അത് അംഗീകരിക്കണം കൊണ്ടാണ്. അവളെ കൂടെ ഉണ്ട് മാതാവ്. അതുകൊണ്ട് തന്നെ ഇവ പോയി ടെസ്റ്റ് ഇവള് നീന്തും. അവൾ നീന്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? ഇവളുടെ റിസൾട്ട് വരുമ്പോഴാണ് ഞെട്ടണത്. 1ാം റാങ്കാണ്. അത് അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ. അമ്മ സഞ്ചാരി മാതാവല്ലേ, വേണേ കൂടെ നീന്തും ആള്. അതാണ് പരിപാടി. അത് എനിക്ക് അമ്മയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം. അത് കരക്ക് നിൽക്കത്തില്ല, നമ്മളെ കൈയെടുത്ത് നീന്തിക്കത്തില്ല, കൂടെ വരും. അത് ദൈവത്തിൻ്റെ പ്രഖ്യാപനം ഇന്ന് നിറവേറണം അമ്മയിലൂടെയാണ്. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ ഈവൻ ഇറ്റ് ഈസ് എ വാട്ടർ ടാങ്ക്. അത് വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള വാട്ടർ റിസർവ് ആണെങ്കിൽ പോലും അമ്മ കൂടെ വരുമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തസ്തടിക്കണം. എന്താ കാര്യം? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അതല്ലേ വചനം, പ്രഖ്യാനം, അതല്ലേ പ്രഖ്യാപനം, അതല്ലേ വാഗ്ദാനം. എന്താണ് ജോഷുവാക്കി കൊടുത്ത വാഗ്ദാനം? നീ എവിടെയായിരുന്നാലും ഞാൻ നിൻ്റെ കൂടെ വരും. അതെവിടെയാണ്? പ്രസവ വാർഡിലായാലും വെന്റിലേറ്ററിലായാലും ഏത് വിഷയത്തിലായാലും ദൈവത്തെ കൂടെ നിർത്താൻ കഴിയുന്നതാണ് ഉടമ്പടി. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഒന്ന് കൊരിന്തോസ് 15:10 ഞാൻ എന്തായിരിക്കുന്നുവോ. കേട്ടോ, എന്താണ്? ഞാൻ എന്തായിരിക്കുന്നുവോ
അത് ദൈവകൃപയാലാണ്. അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. നിങ്ങളെ കുറച്ചുപേര് പറയുമായിരിക്കും ഇതൊക്കെ അച്ഛൻ പറഞ്ഞ വചനമല്ലേ, അത് കേട്ട് പറയണം. അങ്ങനെയല്ല. അവളെന്ന് പറയുമ്പോൾ അവളുടെ പ്രയോഗത്തിലൂടെ അനുഭവിച്ച ദൈവജ്ഞാനത്തിൽ നിന്നാണ് പറയണത്. എന്താ കാര്യം? ഇതെൻ്റെ ഞാൻ ഈ 50 അടി ആഴമുള്ള വെള്ളം ഞാൻ നീന്തിക്കടന്നത് നീന്തറിയാൻ പാലാത്ത ഞാനല്ല അധ്വാനിച്ചതെന്ന്. അതാണ് അവൾ പറയണത്. എന്താണ്? ഞാൻ നീന്തുമ്പോൾ എനിക്കറിയാമായിരുന്നു എൻ്റെ കൂടെ ആരോ നീന്തണമുണ്ടെന്ന്. ഞാൻ എന്തായിരിക്കുന്നുവോ, ഞാൻ നീന്തിക്കടന്നപ്പോൾ എനിക്ക് 1ാം റാങ്ക് കിട്ടി. ഈ 1ാം റാങ്ക് കിട്ടിയത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് എൻ്റെ കഴിവല്ല, പിന്നെ എന്താണ്? എന്നിൽ പ്രവർത്തിച്ച ദൈവകൃപയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ബോധ്യം കിട്ടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രധാനം ഈ ബോധ്യം കിട്ടുന്നതാണ്. അതായത് അവൾ ചെയ്തു കഴിഞ്ഞു, റാങ്ക് അവൾ നേടിക്കഴിഞ്ഞതിന് ശേഷവും അവളെന്താ പറയണത്? ഇത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ കഴിവല്ല, പിന്നെ എന്താണ്? നിൻ്റെ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ 1 Corinthians 15:10 പറയണത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, എൻ്റെ കഴിവിനാലല്ല. അത് തന്നെയാണ് ഉടമ്പടി. അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. അതിങ്ങനെ പ്രധാനപ്പെട്ട ആക്ടിവേഷൻ പ്രിൻസിപ്പലിലൂടെ എല്ലാം ഇങ്ങനെ വാട്ടർമാർക്ക് പോലെ ഇങ്ങനെ കടന്നു പോകും. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെറിറ്റാണ് നമ്മൾ അഹങ്കാരത്തിലേക്ക് നയിക്കണത്. പിടിയിടുക. നമുക്കെന്തോ കഴിവുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം വിചാരിച്ചത് എന്താണ്? ഞാൻ എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ കഴിവെന്നല്ലേ അവൾ പറഞ്ഞത്. ആദ്യം അങ്ങനെ പറഞ്ഞത്, എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ കഴിവ്. ഇപ്പോൾ അവൾ 1ാം റാങ്ക് കിട്ടിയപ്പോൾ അവൾ എന്താ പറയണത്? 1 Corinthians 15:10. അതായത് ഞാൻ നേടിയത് എൻ്റെതല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപയാണെന്ന്. ഇത് പറയണതിന് മുമ്പ് അത് അവളെ സത്യമായിട്ട് തന്നെയാണ് അവൾ പറഞ്ഞത്. എന്താ കാര്യത്തിൽ അവരെ നീന്തൽ കോച്ച് ചെയ്ത സെൻറ്ററുകാർ അവരെ വിളിച്ച് അവളെ അനുമോദിക്കാൻ വേണ്ടി വിളിച്ചു. നീന്തൽ കോച്ച് ചെയ്തില്ല. ഇപ്പം സായി സ്കൂളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ നീന്തൽ കോച്ചിൻ്റെ സ്കൂളുകാർ അവിടെ സ്കൂളിൽ കിട്ടിയ ഒരു വിജയം കൂടിയാണല്ലോ ഇത്. അവളെ അതുകൊണ്ട് അവിടുത്തെ അനുമോദനത്തിന് വിളിച്ച്. ഫസ്റ്റ് റാങ്കുകാരിയില്ല അവിടുത്തെ ഫയർഫോഴ്സിലാണ്. അപ്പോൾ അവിടെ ചെന്ന് അവൾ എന്താ പറയണമെന്നറിയാമോ? ഗുരുഭൂതന്മാരുണ്ട്, എനിക്ക് ഇവിടെ ഇരിപ്പുണ്ട്, എന്നെ പഠിപ്പിച്ചവർ, കഷ്ടപ്പെട്ട് പഠിപ്പിച്ചവർ, അതെല്ലാം ശരിയാണ്. എനിക്കവരോട് നന്ദിയുണ്ട്. എൻ്റെ സതീർത്ഥ്യരുണ്ട്, എന്നെ പ്രോത്സാഹിപ്പിച്ചവർ, എനിക്കവിടെ നന്ദിയുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് കൃപാസനം മാതാവിനോടാണെന്ന്. അവിടെയാണ് പ്രശ്നം. സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് പറഞ്ഞില്ല. അവൾ പ്രേക്ഷിതയാണ്. എന്താ കാര്യം? എന്നിട്ട് അവൾ ഉദ്ധരിക്കേണ്ട ഒരു വചനമുണ്ട്. 10:32. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 10:32. ഇതാണ് ഉദ്ധരിക്കണത്, അശ്വതി ഉദ്ധരിക്കണത്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ദൈവം അവളെ ഇനിയും ഏറ്റുപറയുന്ന നമുക്കറിയാം. അതുകൊണ്ട് എന്താണ്? സ്വന്തം ഗുരുഭൂതന്മാരുടെ മുമ്പിൽ പോയി എന്നുവെച്ചും പറയും, കൃപാസനം മാതാവാണ് എൻ്റെ കൂടെ നീന്താൻ വന്നതെന്ന് പറയും. അതാണ് ഏറ്റുപറച്ചിലെന്ന് പറയണത്. അല്ലാതെ മറ്റുള്ളവരെ കാണുമ്പോഴേ ദൈവത്തെ മറക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം ഇതാണ്. നിങ്ങൾ പഞ്ചപുച്ഛം അടച്ച് ഒച്ചാനിച്ച് ഇവിടെയുള്ള എല്ലാ കാര്യവും പറയും. ഓട്ടോറിക്ഷയുടെ സെക്കൻഡ് ഗിയർ എടുക്കണ പോലെ നിലയും വിളിക്കും. ഇതൊക്കെ ഈ അഭ്യാസം ഇവിടെയുള്ളൂ. പുറത്തേക്ക് കഴിയുമ്പോൾ പറയും എൻ്റെ കഴിവാണെന്ന് പറയും. അത് ദൈവത്തിന് അറിയാം. ഓർഡർ തമ്മാവാ അതന്നെ, അത് ഞാൻ എപ്പോഴും പറയണല്ലേ. അത് ദൈവത്തിന് അറിയാം. ഇവിടെ നിന്നുകൊണ്ട് ഇതൊക്കെ പറയും, പക്ഷെ പുറത്തിറങ്ങിയിട്ട് പറയത്തില്ല. അത് അവരുടെ കഴിവാണെന്ന് പറയും, അവിടെ എക്സ്പീരിയൻസ് ആണെന്ന് പറയും. പിന്നെ എനിക്ക് ഇന്ന ആളെന്നെ വിളിച്ച് പറഞ്ഞിട്ടാണെന്ന് പറയും. ഇന്ന ആൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് 5 ലക്ഷം രൂപ കൊടുത്തിട്ടാണെന്ന് പറയും. ദൈവം ഞൊട്ടും. മനസ്സിലായ? എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യുമ്പോൾ ദൈവത്തിനാണ് മുൻതൂക്കമെന്ന് അറിയണം. ഞാൻ ഏത് കാലാവസ്ഥയിലും ഞാൻ എൻ്റെ ദൈവത്തെ
തള്ളി പറയത്തില്ല, ദൈവത്തെ ഏറ്റു പറയും. പറഞ്ഞ ഞാൻ ഏത് കാലാവസ്ഥയിലും ഞാൻ ദൈവത്തെ തള്ളി പറയത്തില്ല. എന്റെ കഴിവിനേക്കാൾ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ സാക്ഷ്യം വഹിക്കും. കർത്താവിന്റെ ജീവിതം ഇളകുന്ന കാലം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ജീവിതമേ കാൽച്ചുവട്ടിലെ മണ്ണ് ഊർന്നു പോവുകയും കർത്താവിനെ നിലത്തെറ്റുകയും പിടിക്കാൻ ഒരിടമില്ലാതെ ഇങ്ങനെ ഇളകുന്ന സമയമുണ്ടായിരുന്നു. അതാണ് ഗെത്സെമനി നമ്മൾ കാണുന്നത്. പിടിക്കാനൊരിടമില്ല. താൻ ഉറച്ചു വെച്ചിരുന്ന കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകുമ്പോഴും കർത്താവ് പ്രഖ്യാപിക്കുന്ന ഒരു വചനം. അതാണ് ഈ നമ്മളുടെ 17 യോഹന്നാൻ്റെ 17 അധ്യായം 17 വാക്യയിലെ അത് ഗെത്സെമനിലെ പ്രാർത്ഥന. അവൻ്റെ കാൽച്ചുവട്ട് മണ്ണിളകുകയാണ്. അവൻ്റെ കൂടെയുള്ളവൻ തന്നെ പോയി ഒറ്റയ്ക്ക് കൊടുക്കാൻ പോകുന്നു. അവനെ കൂടെ കൊണ്ട് നടന്നവൻ തന്നെ അവനെ തള്ളിപ്പറയാൻ പോകുന്നു. അവൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകുന്നു. അവന് പിടിച്ചു നിൽക്കാനൊരു ഇടമില്ല. ഒത്ത വിളകുകയാണ്. നില കിട്ടണില്ല. നില കിട്ടാത്ത പാവം പറഞ്ഞ വാക്കുണ്ട്. എന്താ പറയണത്? യോഹന്നാൻ 17:17 അങ്ങയുടെ വചനമാണല്ലോ സത്യം, മറ്റൊന്നും സത്യമല്ല. പത്രോസ് സത്യമല്ല, പീലാത്തോസ് സത്യമല്ല, യൂദാ സത്യമല്ല, മനുഷ്യൻ സത്യമല്ല, കഴിവ് സത്യമല്ല, സ്വാധീന സത്യമല്ല, ദൈവമാണ് സത്യം, വചനമാണ് സത്യം. കയ്യടിക്കട്ടെ. ആർക്കിമിഡീസ് ഒരിക്കൽ അത് ഈശോയുടെ കാലത്തിന് മുമ്പ് ഒരു 280 കൊല്ലത്തിന് മുമ്പ് ജീവിച്ച ഒരാളാണ്. ഗ്രീക്ക് ഫിലോസഫറാണ്, ശാസ്ത്രജ്ഞ, ഫിസിക്സ് ഊർജ്ജതന്ത്രജ്ഞൻ കൂടിയാണ്. അദ്ദേഹം വെയിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ആദേശ സിദ്ധാന്തം നമ്മൾ പറയും മലയാളത്തിൽ. അപ്പം അദ്ദേഹം പറഞ്ഞ വേറെ ആദേശം എന്ന് വെച്ചാൽ ഒരു ലിക്വിഡ് കണ്ടൻറ്റിലെ വേറെ ഒരു മാറ്റർ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആദേശം ചെയ്യുന്ന വെള്ളത്തിൻ്റെ വെയിറ്റിൻ്റെ അനുപാതവും ഈ നമ്മളവിടെ ഇതിൻ്റെ അകത്ത് കണ്ടൻറ്റ് താത്തി വെച്ചിരിക്കുന്ന മാറ്ററിൻ്റെ വെയിറ്റും സെയിം ആണെന്നാണ് ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയണത്. അപ്പോൾ ഇദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞ് ഞാൻ ഫിലോസഫി പഠിച്ചിട്ടുണ്ട്. ആർക്കിമിഡീസ് പറഞ്ഞാണ്, അതായത് ഗിവ് മീ എ ഫസ്റ്റ് സ്പോട്ട് ടു സ്റ്റാൻഡ്, ഐ വിൽ മൂവ് ദ എർത്ത്. അത് പുള്ളി പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഈ ഭൂമിയിൽ ഉറപ്പോടെ കാല് കുത്താൻ പറ്റിയ ഒരു ഇടം കാണിച്ചതാ, ഞാൻ ഈ ലോകത്തെ മാറ്റാമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ എന്താ ഇത് പറയാൻ കാരണം എന്ന് പറയും, ഈ യോഹന്നാൻ 17:17 ഈശോ എന്താ പറഞ്ഞത്? ഈശോയ്ക്ക് കാലം ഉറക്കാത്തൊരു സമയമാണ്. 10 ദിവസം തള്ളിപ്പറഞ്ഞു ഓൾറെഡി തള്ളിപ്പറയാൻ പോകുന്നു. യൂദാസ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നു. ജനക്കൂട്ടം മുഴുവനും കർത്താവിന് കൈയൊഴിയാൻ പോകുന്നു. പിതാവ് വരെ കുരിശിൽ കൈയൊഴിയാൻ പോകുന്നു. ഒരു പിടുത്തം കിട്ടണില്ല. ഈ ഒരു പിടുത്തം ജീവിതത്തിൽ കിട്ടാൻ നിൽക്കുമ്പോൾ പറയുന്ന വാക്കാണ് 17:17. എന്താണ്? എല്ലാം മിഥ്യയാണ്, അങ്ങയുടെ വചനമാണ് സത്യം. എനിക്ക് ഉറപ്പിച്ച് കാലുറച്ച് നിൽക്കാൻ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പിടിവിട്ടു പോകുമ്പോൾ പിടിക്കാനുള്ള ഉറച്ചു നിൽക്കാനുള്ള ഇടമാണ് യോഹന്നാൻ 17:17 അങ്ങയുടെ വചനമാണ് സത്യമെന്ന്. അതുകൊണ്ടാണ് ഉടമ്പടി വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യണത്? ഈ ഉറപ്പുള്ള തറയിലേക്ക് നിലപാട് തറയിലേക്ക് നമ്മുടെ ജീവിതം മാറ്റുക. ഈ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നതിലൂടെ നമ്മളെന്താ സംഭവിക്കണത്? പാറമേ ഭവനം ചെയ്ത ബുദ്ധിമാനായ മനുഷ്യനായിട്ട് പുരുഷനായിട്ട് മാറുകയും, അതായത് വചനം പാലിക്കുക വഴി നമുക്ക് നില കിട്ടാത്ത ഒരു ജീവിത സാഹചര്യം, കുടുംബമാണ്, വിവാഹം പിരിയാൻ പോകുന്നു, മക്കളില്ല, ജപ്റ്റ് വരാൻ പോകുന്നു, PR ഇല്ല, വിസ വീണ്ടും പുതുക്കി കിട്ടണില്ല, നാട്ടിലേക്ക് തിരിച്ചു പോരാൻ പോകുന്നു, കടക്കാർ നമ്മൾ വളയുന്നു, ഇങ്ങനെയുള്ള ഒത്തിരിയേറെ നിലകിട്ടാത്ത ജീവിത പ്രശ്നങ്ങളുണ്ട്. അവിടെയെല്ലാം അതിനേക്കാൾ ക്രൂഷ്യലായിട്ടുള്ള ടൈമിലാണ് ഈശോ ഈ വാക്ക് പറയണത്. അല്ല, ഈശോ മലമുകളിൽ നിന്നുകൊണ്ട് അവസാനത്തെ ജനക്കൂട്ടം വരുമ്പോൾ ആത്മനാ ദാരിദ്ര്യമുള്ള ഭാഗ്യവാന്മാർ, അവർ ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും, അങ്ങനെ പറയുന്നൊരു കാലാവസ്ഥ ആംബിയൻസ് അല്ല അവിടെ ഉള്ളത്. മറിച്ച് പിടിവിട്ട് പോയിരിക്കുക, നിലയില്ലാതെ പോയിരിക്കുമ്പോൾ പറയണ പ്രഖ്യാപനമാണ്. എന്താണ്? ഈ അവസ്ഥയിൽ അങ്ങയുടെ വചനമാണല്ലോ സത്യം. ഈ അവസ്ഥയിൽ, അതായത് ജീവിതത്തിൻ്റെ ദുരിത അവസ്ഥകളിൽ, കൈവിട്ടു പോകുന്ന നിലയില്ലാത്ത അവസ്ഥകളിൽ വചനമാണ് നമ്മുടെ മുമ്പിൽ സത്യമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വചനം പാലിച്ച് ജീവിക്കുക വഴി നമ്മൾ മത്തായി 7:25 പ്രവേശിക്കുകയാണ്. എന്താ? മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി,
7:27 അത് ഭവനത്തിൽ ആഞ്ഞിരച്ചു, അത് വീണില്ല. കാര്യമെന്താണ്? അത് പാറമേ സ്ഥാപിതമായിരുന്നു. ഉടമ്പടി ഉറപ്പിക്കണത് ഇങ്ങനെയാണ്. വചനം എന്തെല്ലാം വിഷയങ്ങൾ ചെയ്തത് അങ്ങതാണ്, സുമറാണി ചെയ്ത അതാണ്. എന്താണ്? അവരാ വചനത്തിൽ തന്നെ വേരൂന്നി അതിന് പ്രേഷിതരായി വചനത്തിന് വചന പാദസേവ ചെയ്ത് അതിന് ജീവിതസാക്ഷ്യം നൽകി വചനത്തെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അത് എല്ലാ കാലഘട്ടങ്ങളിലും പ്രാർത്ഥന, പ്രയോഗം, പ്രഖ്യാപനങ്ങളുടെ ഉടമ്പടി അങ്ങനെ ജീവിച്ചവരാണ് അശ്വതിയും അതുപോലെ തന്നെ സുമറാണിയും. അവർക്ക് നമുക്ക് മുമ്പിൽ വരുന്ന സാക്ഷ്യങ്ങൾ ഇതുപോലെ ഉടമ്പടി ജീവിച്ചവരുടെ സാക്ഷ്യമാണ്. ഉടമ്പടി എന്തിനാണെന്ന് ചോദിച്ചാൽ സുമറാണി പറയും, ഉടമ്പടി എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുക എന്നതിനേക്കാൾ ഉടമ്പടി എന്താണ്? ഉടമ്പടി ജീവിക്കാനുള്ളതാണ്. എന്താണ് അശ്വതി എന്താ പറയണത്? വചനം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകൾ, അതല്ല സത്യം. ഞാൻ അങ്ങനെ ധരിച്ചിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവല്ല, ഞാൻ എന്തായിരിക്കുന്നുവോ 1 കൊരിന്ത്യസിൻ്റെ 15:10 അത് കർത്താവിൻ്റെ കൃപയാണ്. ഞാൻ അധ്വാനിച്ചത് ഞാൻ ആ കൃപയാലാണ്. കൃപയാൽ അധ്വാനിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും പ്രതിരോധങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ദൈവിക നടപടിക്രമമാണ് ഉടമ്പടിയെങ്കിൽ ആ ഉടമ്പടി ഉറച്ചു നിൽക്കാൻ വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ അച്ഛനെ മിക്സ് ചെയ്തായിരിക്കും പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഓരോരോ വിഷയങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് നൽകുന്ന അനുസരിച്ച് ചിലപ്പോൾ ജോലി പ്രാർത്ഥിക്കും, ചിലപ്പോൾ രോഗങ്ങൾ പ്രാർത്ഥിക്കും, ചിലപ്പോൾ ജീവിത പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കും, ചിലപ്പോൾ നിങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടാത്തൊരു ജീവിതാവസ്ഥയിൽ നിങ്ങൾ മുങ്ങിപ്പൊങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായി ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള വിശ്വാസം വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് ദൈവം ഈ സമയത്ത് നമ്മളെ ദൈവം ഇവിടം വരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവമാണ് കൊണ്ടുവന്നതെന്ന് നമുക്കൊരു ബോധം ഉണ്ടാകണം. നിങ്ങൾ തനിയെ വന്നാണെന്ന് വിചാരിക്കരുത്. വീഡിയോ തനിയെ വരാൻ പറ്റിയൊരവസ്ഥ അല്ല ഇത്. വളരെ മോശപ്പിടിച്ചൊരവസ്ഥയിൽ നിങ്ങൾ വരുമ്പോൾ തനിയെ വന്നതല്ല, ദൈവം നിങ്ങളെ തളർന്നെങ്കിലും എടുത്തുകൊണ്ട് വന്നതാണ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോയുടെ നാമത്തിൽ നിങ്ങൾ ആസ്വദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇടിമുഴക്കം പോലെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്തുതികളെ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹാലലൂയ, 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 ഈശ്വര ആരാധന, ഹാലലൂയ, ഹാലലൂയ, ഈശ്വര ആരാധന, ഹാലലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹാലലൂയ, ഹാലലൂയ, ഈശ്വര നന്ദി, ഈശ്വര ആരാധന, ഹാലലൂയ, ഹാലലൂയ, മഹത്വം, മഹത്വം, കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് കർത്താവിന്റെ തിരുമുൻപാടുന്ന വരദകരം, കർത്താവിന്റെ ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം നിങ്ങളുടെ ശിരസിൽ വെക്കട്ടെ. കർത്താവിന്റെ തിരുമുൻപാടുന്ന വലതുകരം നിങ്ങളുടെ ശിരസിൽ വെക്കട്ടെ. ഓൺലൈനിലുള്ളവർ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം നിങ്ങളുടെ ശിരസിൽ പതിക്കട്ടെ. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മെരുവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മക്കളുടെ ചൂടിയവനെ, നിന്റെ വിശുദ്ധമായ രക്തം മഴ പോലെ പെയ്യട്ടെ. ഈശോ, ഈശോ, നിന്റെ വിശുദ്ധമായ രക്തം മഴ പോലെ പെയ്യട്ടെ. ഈശോ, നിന്റെ വിശുദ്ധമായ രക്തം മഴ പോലെ പെയ്യട്ടെ. സന്ധി ബന്ധങ്ങളിലെ കർത്താവിന്റെ രക്തം പടരട്ടെ. സന്ധി ബന്ധങ്ങളിലെ കർത്താവിന്റെ രക്തം പടരട്ടെ.
മാംസപേശികളില് കർത്താവിന്റെ രക്തം പടരട്ടെ. രക്തകോശങ്ങളില് കർത്താവിന്റെ രക്തം പടരട്ടെ. സിസ്റ്റുകള് ബ്ലോക്കുകള്, എപ്പിlepsy രോഗങ്ങള്, ഫിസ്റ്റുല രോഗങ്ങള്, PCOD രോഗങ്ങള്, ഉദര രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, മെനിഞ്ചൈറ്റിസ് രോഗങ്ങള്, സ്പോണ്ടിലോസിസ് രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, പാൻക്രിയാസ് രോഗങ്ങള്, അടിവലി രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, മൂത്രാശയ രോഗങ്ങള്, വാതരോഗങ്ങള്, അടിമുതല് ഉച്ചമുതല് ഉള്ളങ്കാൽ വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. അടിപ്പട പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളെ കൊടുക്കട്ടെ. പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. ഇത് സമൂഹത്തിന്റെ ആവശ്യമാണ്. കർത്താവ് സമൂഹത്തിന്റെ മുഴുവൻ പ്രാർത്ഥന കേട്ടിട്ടാണ് ഓരോ മക്കളെയും പ്രത്യേകം ആശീർവദിക്കുന്നത്. ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, സ്ഥലം വിറ്റുപോകാൻ പോകുന്നവരുണ്ട്, വിൽക്കാൻ പറ്റാത്ത രീതിയിൽ കടക്കാല കുരുക്കപ്പെടുന്നവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരുണ്ട്, സർട്ടിഫിക്കറ്റുകൾ വ്യക്തികളുണ്ടായി പോയവരുണ്ട്, പരീക്ഷ എല്ലാത്തിനേക്കാൾ ഉപരി പരീക്ഷ എഴുതാൻ പോയി എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എല്ലാ വിധത്തിലും മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളുടെ മേലെല്ലാം അവരുടെ മാതാപിതാക്കന്മാർ, അവരെ പഠിപ്പിക്കുന്നവർ, അവർ ഈ ആഴ്ചയിൽ ചെയ്യാൻ പോകുന്ന മുഴുവൻ പരീക്ഷകൾ, അതിൻ്റെ വിഷയങ്ങൾ, അതുമേലെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ കർത്താവ് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ മേൽ കർത്താവിന്റെ അടിപ്പട പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി പ്രസരിക്കട്ടെ. കർത്താവ് വൈദികമായ ശക്തി കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കളുടെ മേൽ, പഠിക്കുന്ന മക്കളുടെ മേൽ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നവരിലെ ഇവ എഴുതുന്നവർ, കർത്താവ് ഓരോരോ തരത്തിലുള്ള പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, ഒരുങ്ങിക്കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്നവരുടെ മേലെല്ലാം കർത്താവിന്റെ കൈരണ്യം ചൊരിയട്ടെ. കർത്താവിന്റെ സത്യം എടുക്കട്ടെ. കർത്താവ് പറമ്പ് വിറ്റ് മാറ്റാൻ ആഗ്രഹിക്കുന്നവര്, വിറ്റ് മാറാത്തവര്, സ്ഥലം വിറ്റുമാറാത്തവര്, തെറ്റ് നടപടി നേരിടുന്നവര്, ആശുപത്രി കിടക്കയിലായവര്, ജോലി നഷ്ടപ്പെട്ടിട്ട് തിരിച്ചെടുക്കാൻ പറ്റാത്തവര്, ഏജ് ഓവറായതിന്റെ പേര് വേദന അനുഭവിക്കുന്നവര്, വിസ ലഭിക്കാത്തവര്, വിസ പുതുക്കാത്തവര്, നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വരുന്നവര്, ഡിസ്മിസ് ചെയ്തവര്, സസ്പെൻഡ് ചെയ്യപ്പെട്ടവര്, ഇങ്ങനെ ഓരോരോ വിവാഹത്തിൽ മോചനം നേടിയവര്, മോചനം നേടിക്കൊണ്ടിരിക്കുന്നവര്, കോടതി വിധി പ്രതീക്ഷിക്കുന്നവര്, ദൈവ നിശ്ചയം ഈ നിമിഷങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ദൈവത്തിന്റെ കരുണ ആവശ്യിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദുരിതങ്ങള് യേശു വ്യക്തിപരമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സമാപന ആശീർവാദമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 7:24 തിരുവചനം അനുസരിച്ചുകൊണ്ട് എൻ്റെ ഈ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത വിവേകമതിയായ വ്യക്തിക്ക് തുല്യനാണെന്ന് വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഈശോയെ, നീ വീണ്ടും വചനത്തിലൂടെ പറഞ്ഞു, ഒന്നും സത്യമല്ല,
നിന്റെ വചനം മാത്രമാണ്, നീ മാത്രമാണ് സത്യമെന്ന് വചനത്താൽ സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന്. ഈശോയെ, അശ്വതി എന്ന മകളുടെ സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് വീണ്ടും സംസാരിച്ചു. കൃപയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. കൃപയാണ് നമ്മൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. ഈശോയെ, ഞങ്ങളുടെ ജീവിത നിലപാടുകളിലൂടെ, വിശുദ്ധിയുള്ള ജീവിത നിലപാടുകളിലൂടെ, സമീപനങ്ങളിലൂടെ മനുഷ്യരുടെ മുമ്പിൽ മത്തായി 10:32 തിരുവചനം അനുസരിച്ച് നിന്നെ ഏറ്റുപറഞ്ഞുകൊണ്ട് കൃപ ആർജിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഏറെ പ്രത്യേകമായി ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി രാവും പകലും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് ദൈവജനത്തിൻ്റെ ഏറെ പ്രത്യേകമായി ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഞങ്ങളുടെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈ അൾത്താറിൽ സമർപ്പിക്കുന്നു. ഒപ്പം തന്നെ അച്ഛൻ്റെ കഴിഞ്ഞുപോയ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നടത്തിയിട്ടുള്ള എല്ലാ ഉടമ്പടി ധ്യാനങ്ങളെയും മറ്റ് കൺവെൻഷനുകളെയും വരാൻ പോകുന്ന എല്ലാ ശുശ്രൂഷകളെയും അതിൻ്റെ എല്ലാ ക്രമീകരണത്തിനും അഭിഷേകത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ്റെ ആരോഗ്യത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ